Felicitation from you, sir. Thank you. Now, with great honor, we invite Srimati Shinita VD, the President of Valapad Grama Panchayat, to felicitate the event. Please, ma'am. സോറി, കുറച്ച് ലേറ്റായി പോയി. ബഹുമാനപ്പെട്ട നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട വലപ്പാടിൻ്റെ നന്ദേട്ടൻ, മറ്റ് പ്രിയമുള്ളവരെ, ഗസ്റ്റായിട്ടാണ് ഇൻവൈറ്റ് ചെയ്തെങ്കിലും ഞാനൊരു പാരൻ്റായിട്ട് വന്നതാണ്. എൻ്റെ മകളുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് കാരണം കാണാനായിട്ടാണ് വന്നത്. കുറച്ചുകൂടെ ബാക്കിലൂടെ പോകുമ്പോൾ പ്രിൻസിപ്പൾ കൈയോടുകൂടി പൊക്കി. ചെറുപ്പത്തിലായിരുന്നു ടീച്ചേഴ്സ് പൊക്കുന്നത്, അതേപോലെ തന്നെ പ്രിൻസിപ്പൾ കൈയോടുകൂടി പൊക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മൾക്ക് എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ വീടുകളുടെ കാര്യങ്ങൾ നമ്മൾ രണ്ടാം തരത്തിലേക്കാണ് മാറ്റിവെക്കുക. ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് പൊതുപ്രവർത്തനത്തിനാണ്. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട നന്ദേട്ടൻ്റെ കാര്യവും നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പറയുന്ന സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മളുടെ പഞ്ചായത്തിൽ തന്നെയല്ല, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളാണ് ഇന്ന് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂൾ. വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഈ ഒരു പബ്ലിക് സ്കൂൾ തുടങ്ങാമായിരുന്നു. പലപ്പോഴും ഞങ്ങളടക്കം ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഞങ്ങളുടെ വലപ്പാട് തന്നെ ചൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ നമ്മളുടെ ഒരു പഞ്ചായത്ത്, ഇതിപ്പോൾ ഞാൻ പറയുന്നതല്ല, പ്രസിഡൻ്റ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നതല്ല, മറ്റുള്ളവരെല്ലാം പറയുന്നതാണ്, ഒരു റൂറൽ ഏരിയ എന്നൊരു രീതിയിലല്ല, സെമി അർബൻ ഏരിയയാണ് നമ്മളുടെ പഞ്ചായത്ത്. ഏകദേശം 40,000 ജനങ്ങൾ പാർക്കുന്ന ഒരു പഞ്ചായത്താണ്. അത്തരം നല്ലൊരു വിദ്യാഭ്യാസ രീതി കൊണ്ട് നടക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മളുടെ പഞ്ചായത്ത്. ഏകദേശം 10 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്കൂളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂൾ. നമ്മളുടെ കേരള സംസ്ഥാനത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം നമ്മൾ ഈ ഒരു കൊച്ചു സംസ്ഥാനം കൈവച്ച് പോകുമ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സാക്ഷരതയിലാണെങ്കിലും പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ചതായിട്ടാണ് നമ്മുടെ കൊച്ചു സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള പഞ്ചായത്തുകളിലൊന്നിൽ ഏറ്റവും മികച്ച ഒരു സ്കൂൾ, അതും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു സ്കൂളാണ് നമ്മളുടെ ഈ ഇത്രയും പേര് ഒരു ഫാമിലി ആയിട്ടാണ് ഇന്ന് ആനുവൽ ഡേയിൽ പങ്കെടുക്കാനായിരിക്കുന്നത്. ഏറെ സന്തോഷം നിങ്ങളുടെ മുന്നിൽ വന്ന് 2 വാക്ക് നമ്മളുടെ പഞ്ചായത്തിലൊരു മികച്ച സ്കൂളിൻ്റെ ആനുവൽ ഡേയിൽ പങ്കെടുത്ത് സംസാരിക്കാനായിട്ട് പറ്റിയതിൽ ഏറെ സന്തോഷം. മാനേജ്മെൻറ്റും കൂടി പറയുന്നു, എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു മോട്ടിവേഷൻ ലെവൽ, അതിപ്പോൾ എൻ്റെ മകളുടെ കാര്യമെടുത്ത് പറയുമ്പോൾ തന്നെ അത് തന്നെയായിരിക്കും എല്ലാ മാതാപിതാക്കളുടെയും ഒരു വലിയൊരു വിജയം എന്ന് പറയുന്നത്. കാരണം ഒരു സ്കൂൾ ആനുവൽ ഡേയിൽ സാധാരണ കാണാറുള്ളത്, ഒരു കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മുൻപൊക്കെ കാണാറുള്ള കാര്യമാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ കഷ്ടപ്പെട്ട് ആ കുട്ടിയുടെ മാതാവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളാണ് കുട്ടിയെ പറഞ്ഞയക്കുക. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മളുടെ കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രദേശം തന്നെ ബ്ലോക്ക് ആവുന്ന അവസ്ഥയാണ്. കാരണം വീടടങ്കം പൂട്ടിയിട്ടാണ് കുട്ടിയുടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ആണെങ്കിലും കാണാനായിട്ട് വരുന്നത്. കാരണം അത്രയും എൻകറേജ്മെൻ്റാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം. ആ കുട്ടികൾ ചെയ്യുന്ന ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും അത് കുട്ടികൾക്ക് വളരെയധികം ഒരു വലിയൊരു പാർട്ടിസിപ്പേഷനിൽ ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് ഇന്നത്തെ മാതാപിതാക്കൾ. എല്ലാ മാതാപിതാക്കൾക്കും ഈ ഒരു അവസരത്തിൽ ഇത്രയും വലിയൊരു കുട്ടികൾക്ക് പ്രചോദനമാകാനായിട്ട് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമ്മളുടെ മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.